സമൂസയുടെ പേരുകേട്ട നാടാണ് കാസർകോട്ടെ മൗവൽ. നോമ്പുകാലമായാൽ മൗവലിൽ സമൂസ നിർമ്മാണവും വിൽപ്പനയും പൊടിപൊടിക്കും. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മൗവൽ സ്വദേശികളാണ് സമൂസ നിർമ്മാണത്തിനായി നാട്ടിലേക്ക് റംസാൻ മാസത്തിൽ പറന്നെത്തുന്നത്. പരിശുദ്ധ റംസാൻ മാസമെത്തിയാൽ ഈ സുഹൃത്തുക്കളെല്ലാം നാട്ടിൽ ഒന്നിച്ചു കൂടും. അറബി നാടുകളിൽ ജോലി ചെയ്യുന്ന മൗവലുകാരെല്ലാം എല്ലാ വർഷവും ഈ സമയത്ത് സമൂസയുണ്ടാക്കാൻ അവധിയെടുത്ത് നാട്ടിലെത്തും. നാട്ടിലെ സുഹൃത്തുക്കളെയും ജോലികളിൽ ഒപ്പം കിട്ടും. നല്ല ഡിമാൻഡ്, നല്ല ഡിമാൻഡ്. ഇന്നലെ സാധനം തേഞ്ഞില്ല, ഇന്നലെ പുതിയ ആൾക്കാരെ കുറേ ആൾ മടങ്ങിപ്പോയില്ല. ഇന്നലെ ഇതിൽ കാസർഗോഡ്, ഇതിൽ ബന്തെടുക്കം, ഇവിടെ നീലിശ്വരം പടന്നക്കാട്, അവിടെ നിന്നുള്ള ആൾ വന്നിട്ട് സാധനം കൊണ്ടുവന്നത്. തലേന്നേ തുടങ്ങും മൗവലിൽ സമൂസ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ. ആദ്യം സമൂസയ്ക്കുള്ള ഷീറ്റ് നിർമ്മിച്ചു വെക്കും. നേരം പുലർന്നാൽ കലവറയും ഉത്സാഹത്തിലാവും. കൂട്ട് ഷീറ്റിൽ നിറച്ച് നേരെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക്. ഞങ്ങളിവിടെ ഈ സംരംഭം തുടങ്ങിയിട്ട് 25 വർഷത്തോളമായി. ഞങ്ങളെല്ലാവരും ഗൾഫിലെ അൽക്കബീറിലെ ജോലിക്കാരായിരുന്നു. ഇപ്പോൾ റംസാൻ പ്രമാണിച്ചിട്ട് വന്നിട്ട് ഇവിടെ കൂട്ടായ്മയായി ചെയ്യുന്നതാണ് ഇവിടെ ഈ സംരംഭം. സമൂസ ചെയ്യുന്നുണ്ട്, റോള് ചെയ്യുന്നുണ്ട്. അതായത് സമൂസയിൽ തന്നെ 3 ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഉണ്ട്, വെജ് ഉണ്ട്, ബീഫ് ഉണ്ട്. അതായത് ചിക്കൻ റോള് ചെയ്യുന്നുണ്ട്. നാട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന മസാലക്കൂട്ടാണ് മൗവൽ സമൂസയുടെ രുചിയുടെ രഹസ്യം. പുണ്യമാസത്തിൽ ഇവർക്കത് വരുമാനത്തിനൊപ്പം സൗഹൃദത്തിന്റെ ഒത്തുചേരൽ കൂടിയാണ്. ദിവസവും 60,000-ലേറെ സമൂസകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. മലബാറിലെ നോമ്പുതുറയിൽ മൗവൽ സമൂസ അവിഭാജ്യ ഘടകമായി മാറി തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി കാസർഗോഡ്.